ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ത്? ഉത്തരം വളരെ നിസ്സാരം. രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുക. അധികാരത്തിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നടപ്പാക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രം. ഭരണം ലഭിക്കണമെങ്കിൽ ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കണം. അങ്ങനെ ഭാരതത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവരെ കയ്യിലെടുത്ത് അധികാരം പിടിച്ചടക്കി. ആദ്യ 5 വർഷം ഭൂരിപക്ഷം വരുന്ന ജനത, ഹിന്ദുക്കൾ തൻ്റെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ തന്ത്രപൂർവം അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നരേന്ദ്രമോദിയും പാർട്ടിയും വീണ്ടും അധികാരത്തിൽ വന്നു. ഇനി ഹിന്ദുക്കൾ തന്നെയും തൻ്റെ പാർട്ടിയെയും വിട്ടു പോകില്ല എന്ന് ഉറപ്പുവരുത്തിയ നരേന്ദ്രമോദി മറ്റ് മതസ്ഥരെയും കൂടെ കൂട്ടുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു. രാജ്യവും രാജ്യത്ത് വസിക്കുന്ന ജനതയുടെ സംരക്ഷണവും ഉറപ്പുവരുത്തി. BJPയെയും നരേന്ദ്രമോദിയെയും എതിർത്തിരുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും പതുക്കെ BJPയിൽ എത്താൻ തുടങ്ങി. സർദാർ പട്ടേലും സുഭാഷ് ചന്ദ്രബോസും മൺമറഞ്ഞ നമ്മുടെ മറ്റ് സ്വാതന്ത്ര്യ സേനാനികളും സ്വപ്നം കണ്ട ആ ഭാരതം, ഒരു രാജ്യം, ഒറ്റ ജനത എന്ന ലക്ഷ്യത്തിലേക്ക് 2030, 2035 ആകുമ്പോഴേക്കും രാജ്യം എത്തിച്ചേരും. BJPയുടെയും നരേന്ദ്രമോദിയുടെയും കീഴിൽ 2040 ആകുമ്പോഴേക്കും ഭാരതത്തിൽ സമ്പദ് സമൃദ്ധിയും ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും നിറഞ്ഞു തുളുമ്പും. 2040 ശേഷം ഈ ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും ലോകരാജ്യങ്ങളിലേക്ക് പടർന്ന് പിടിക്കും. 2050 ഒരു ലോകം, ഒറ്റ ജനത എന്ന ആത്മസത്യത്തിലേക്ക് ലോകം മുഴുവൻ മാറും. പിന്നീട് ഭൂമിയിൽ ഒരു സുവർണകാലം ആരംഭിക്കും. അടുത്ത സത്യയുഗം പിറവിയെടുക്കും. ഇതെല്ലാം കണ്ട് അന്നും നരേന്ദ്രമോദി എന്ന യോഗി, ആ അവതാര പുരുഷൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പാടിയ ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ തിലകക്കുറിയായി ചാർത്തപ്പെടും. നരേന്ദ്രമോദി എന്ന യോഗിയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം സഫലമാകും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നന്ദി.